ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലോട്ട് പോകാൻ പാക്ക് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ചേട്ടന് വാങ്ങിച്ച ഷൂ ആണ്. പക്ഷേ അത് ബോക്സോടെ പെട്ടി കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മുടെ അച്ഛൻ അത് ബോക്സിൽ നിന്ന് എടുത്തിട്ട് പെട്ടി വെച്ചിട്ടോ. സോ നമ്മൾ എല്ലാം ഒരുങ്ങി എല്ലാം കഴിഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലോട്ട് പോവാം. ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റഡ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ്. അമ്മായും ചിക്കുവിനെ എല്ലാവരെയും കാണാമല്ലോ. പിന്നെ അറബി എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് അറബിയൊക്കെ അറിയാം. വാഹത്യത്തിന് തലാത്ത അങ്ങനത്തെ 1 2 3 ഒക്കെ അറിയാം. മിന്നി മാഫി മുഷ്കിൽ അങ്ങനത്തെ കൊച്ചു കൊച്ചു വേർഡ്സൊക്കെ അറിയാം. സോ എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാനത് എത്ര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ 1-2 വർഷം ഇരിക്കുമ്പോഴേ നാട്ടിൽ പോകത്തുള്ളൂ. അവിടെ മെക്ഡൊണാൾഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മസ്കറ്റിൽ. പക്ഷേ നിസ്വേൽ അതൊന്നുമില്ല. എനിക്ക് മസ്കറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് മറ്റേ ഫ്ലൈറ്റ് ഏതാണെന്നറിയാമോ? എയർ ഇന്ത്യ ആണ് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലോട്ടാണ് പോകുന്നത് ഗൈസ്. സോ അങ്ങനെ ഗായ്സ് എന്തൊക്കെയാണ് പറയുക, ഞാൻ ഭയങ്കരമായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ 1-2 വർഷം ഇരിക്കുമ്പോഴല്ലേ നാട്ടിൽ പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. നെയിൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നെയിൽസ് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ നെയിൽസ് വെക്കുന്നത്. അമ്മ പറഞ്ഞാണ് ഞാൻ വെച്ച് തരില്ലെന്ന്. ഇവിടെ ഞാൻ അമ്മയുടെ കാല് പിടിച്ചു, അമ്മ വെച്ച് തന്നു കേട്ടോ. ഞാനിപ്പോൾ എത്ര ഒരുങ്ങിയെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ 1 മണിക്കൂർ എടുത്തു. അത് നമ്മൾ ബാത്തൊക്കെ ചെയ്തു, ഡ്രസ്സൊക്കെ ഇട്ടു, എന്നിട്ട് കണ്ണെഴുതുന്നു, നെയിൽ വെക്കുന്നു, പൗഡർ ഇടുന്നു, അതിടുന്നു, ഇതിടുന്നു. എനിക്കിനി ഭ്രാന്ത് പിടിച്ചു ഗൈസ്. എനിക്കിനി എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ് കൂടി ഗൈസ്. കാരണം ഇവിടെ കണ്ട് മരവിച്ചിട്ട് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്ത് രസമായിരിക്കും. ഞങ്ങളുടെ അമ്മാവൻ്റെ പട്ടിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്പു പൂപ്പി അവരൊക്കെ ഉണ്ട്. സോ അങ്ങനെ ഗായ്സ് എൻ്റെ അമ്മയാണ് കേട്ടോ ബാക്കി ഇരിക്കുന്നത്. പിന്നെ കുറേ പനയൊക്കെ ഉണ്ടായിരുന്നു എയർപോർട്ട് പോകുന്ന വഴി. അവിടെ ഭയങ്കര ഫ്ലവേഴ്സും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മുടെ മസ്കറ്റിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക് അങ്ങടെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചേക്കുന്നത്. മസ്കറ്റിലാണല്ലോ എല്ലാം ഉള്ളത്. മസ്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാനിത് എക്സൈറ്റഡ് ആകുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ ഒരു ഗൾഫ് കൺട്രി വന്നിട്ട് ഇങ്ങനെ നാട്ടിലോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മനസ്സിലാകത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ എയർപോർട്ട് റോഡിൽ കയറിയെന്ന് തോന്നുന്നു. എയർപോർട്ട് റോഡിൽ കയറി ആ ലൈറ്റനിങ് ഒക്കെ കണ്ടോളൂ ഗൈസ്, ഒരു സ്ക്രീൻ പോലൊക്കെ. അതുകൊണ്ട് അവിടുത്തെ ഈ ഒമാനിലെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് അവിടുത്തെ ലൈറ്റനിങ് ആണ്. ഈ ലൈറ്റനിങ്ങും ലൈറ്റ്സും പനയും ഇതാണ് ഇവിടെ കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക് ഗൈസ്. എനിക്ക് നാട്ടിലെ കൊച്ചി എയർപോർട്ടും ഒക്കെ കാട്ടും ഇഷ്ടം ഇതാണ് കേട്ടോ. ഇതാണ് എനിക്ക് ആ റെയിൻബോ ലൈറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളൊരു ഫെയറി വേൾഡിലോട്ടൊക്കെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. നേരിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാകുന്നത് ഗൈസ്. നമ്മൾ എയർപോർട്ടിലോട്ട് കയറാൻ പോവാണ്. ഓക്കെ അതിൻ്റെ അച്ഛനാണ്, ഞാനാണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. പിങ്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഹാൻഡ് ബാഗാണ് കേട്ടോ ഗൈസ്. പിന്നെ അച്ഛനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്കറിയില്ല, അച്ഛൻ കുറേ നാളായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത്. എന്നോട് ചുമ്മാ ടെൻഷൻ അടിക്കും കിടന്ന്. അതുകൊണ്ട് ഗൈസ് ഒമാനികളൊക്കെ പോകുന്നു. പിന്നെന്താ പറയുക, എനിക്ക് എന്ന് പറയുന്നതെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഗൈസ് ഇത് നമ്മുടെ ഈ സ്ഥലമാണ് കേട്ടോ, നമ്മുടെ ആൽക്കഹോളിക് സ്ഥലമാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാലല്ലേ, ഇവിടെ നമ്മുടെ ഈ എന്താ പറയുക ജ്യൂസ് ഉണ്ടല്ലോ, ജ്യൂസിൻ്റെ അത്രയുള്ള കുഞ്ഞ് ബാറ്റിൽസ് ഓഫ് ലിക്കറുണ്ട്. സോ അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് കണ്ടത് ഞാൻ ആ ലിക്കർ ഷോപ്പിൽ.
നിങ്ങൾ ആ ഫസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസാണത്. സോ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇവരൊക്കെ എന്തിനാണ് ഇങ്ങടെ ലിക്കേഴ്സ് വാങ്ങിക്കുന്നതെന്ന്. ബാഡ് തിങ്സ് വാങ്ങിക്കാൻ എല്ലാവരും കാണും. അതാണ് കേട്ടോ ആ സംഭവം. അതിലൊരു കുഞ്ഞ് ബോട്ടിൽ ഓഫ് ലിക്കറായിരുന്നു. ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ അമ്മാവനെ കാണിക്കാനായിരുന്നു. പിന്നെ ഇത് പേസ്ട്രീസ് കേക്ക്സ് എല്ലായിരുന്നു നമ്മുടെ എയർപോർട്ടിലുള്ള. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക, ഇതിനകത്ത് ഭയങ്കര ഡെക്കറേഷനാണ് ഗൈസ്. നമ്മുടെ ഈ മസ്കറ്റ് എയർപോർട്ടിൽ ബോട്ടും ഇങ്ങനെ കുറേ ശില്പങ്ങളും. എൻ്റെ അകം തന്നെ കണ്ടാൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ കണ്ട നീല ലൈറ്റിങ്ങിൽ പാനയൊക്കെ റിയൽ ആണോയെന്ന് അറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു സമയം ഒരു 12:30 മണിയായെന്ന് തോന്നുന്നു. സോ അതാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഇത് C10. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളും കയറാൻ പോവാൻ തോന്നുന്നു. ഞാൻ അച്ഛനെ എങ്ങാണ്ട് വെയിറ്റ് ചെയ്യുവാൻ തോന്നുന്നു കേട്ടോ. ഞാൻ അമ്മയായിരുന്നു വീഡിയോ പിടിച്ചത്. ഗൈസ്, ഇതാണ് നമ്മുടെ മൊമെൻറ്റ്. നമ്മൾ എയർപോർട്ടല്ലല്ലോ, ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലെ കൂടെ പോകുമ്പോൾ തന്നെ എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇങ്ങനെ നുരഞ്ഞ് പൊതഞ്ഞ് കയറി ഞാനിങ്ങനെ വട്ടായി പോകും കേട്ടോ എനിക്ക്. കാരണം നമ്മുടെ നാട്ടിൽ എൻ്റെ പെറ്റ്സിനെ കാണാം, അമ്മാവനെ കാണാം, അമ്മായിയെ കാണാം, അവിടുത്തെ സദ്യ കഴിക്കാം, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പേടിയും കൂടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഞങ്ങൾ എപ്പോഴും 4-5 തവണ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. എപ്പോഴും ഇൻഡിഗോയിലോ ഒമാൻ എയറിലോ അങ്ങനെയുള്ള ഫ്ലൈറ്റ്സിലാണ് പോകുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് എയർ ഇന്ത്യയിൽ കയറുന്നത്. അപ്പോൾ നിങ്ങൾ എയർ ഇന്ത്യയുടെ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം എനിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാം പേടിയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു അച്ഛന് ഭയങ്കര ടെൻഷനാണെന്ന്. ഇതായിരിക്കും, എയർ ഇന്ത്യ ആയതുകൊണ്ടായിരിക്കും. ബട്ട് നമ്മൾ ഒരു ഫ്ലൈറ്റിനെ അങ്ങനെ വിചാരിക്കല്ലേ ഗായ്സ്. എയർ ഇന്ത്യ മാത്രം എന്താ, ഏത് ഫ്ലൈറ്റ് വേണമെങ്കിലും ഇതാകാം. പക്ഷേ എയർ ഇന്ത്യ ആയതുകൊണ്ട് ചെറിയൊരു കൂടുതൽ പേടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകമാണ് കേട്ടോ ഇത്. അവിടെ ഫുള്ളിങ്ങനെ പുക പോലൊരു സംഭവം വരുന്നുണ്ട്. അത് നമ്മുടെ AC അങ്ങനെ തണുപ്പ് ഇങ്ങനെ വിടുന്നതായിരുന്നു. എയർ ഹോസ്റ്റസ് അവർ റെഡും ഓറഞ്ചും ഇട്ട് ഹെയർ ഹോസ്റ്റസ് ആണ് കേട്ടോ. അതല്ല, എയർ ഹോസ്റ്റസ്. അപ്പോൾ ഇത് അവർ സമ്മതിക്കത്തില്ല. അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല. ബട്ട് അമ്മ എങ്ങോട്ടോ എടുത്തതാണ് കേട്ടോ. അമ്മ സൈഡ് സീറ്റിലായിരുന്നു, സൈഡിലല്ല അതിൻ്റെ ഇപ്പുറത്ത്. അപ്പോൾ അമ്മ അവിടെ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ. അവർ കാണാതെ സൈഡിൽ കൂടെ എടുത്തതാണ്. വീഡിയോ ഇടാൻ അമ്മ എടുത്തതായിരിക്കും. ഞാൻ അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ എയർ ഹോസ്റ്റസ്. അവർ കണ്ട് വഴക്ക് പറയുകയും ചെയ്തു. ഈ സമയത്തൊക്കെ അമ്മയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ, കൊന്തയൊക്കെ എടുത്ത്. എനിക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും ഞാൻ ആ വിൻഡോ സീറ്റൊക്കെ വിൻഡോ ഒക്കെ കണ്ട് രസിച്ചിരിക്കുമായിരുന്നു. എനിക്ക് ചെറിയൊരു തൊണ്ട പ്രശ്നമുണ്ട് ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങുവാന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കാണാൻ വയ്യ. ഫ്ലൈറ്റ് പൊങ്ങുവാണ് ഗൈസ്. അത് ഫ്ലൈറ്റ് ഇങ്ങോട്ട് ചെയ്യുവാണോ? ഫ്ലൈറ്റ് പൊക്കി ഗൈസ്, പൊക്കി. അല്ല, എന്തോ പൊക്കുന്നത് തന്നെ ആണോ? ഇങ്ങനെ വട്ടം കറക്കുവാന്ന് തോന്നുന്നു. നമ്മൾ ഈ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് വട്ടം കയറ്റത്തില്ലേ, വട്ടം ആക്കിയിട്ട് എടുക്കാൻ പോവാണ് ഗൈസ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങാൻ പോവാണ് ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞ് ഇതിൻ്റെ ആയിരിക്കും, നമ്മൾ മുകളിലോട്ടാകുന്നതിൻ്റെ ആയിരിക്കും പ്രഷറിൻ്റെ ഇത്. ചെവിക്ക് അടഞ്ഞ് ഇങ്ങനെ ഒരു വേദനയും എല്ലായിരുന്നു. പക്ഷെ ചിലവർക്ക് മുഖിൽ കൂടെ ചോര വരും കേട്ടോ. പക്ഷെ അച്ഛനൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാരണം അച്ഛന്
10-17 വർഷമായിട്ട് ഫ്ലൈറ്റിനകത്ത് കിടന്ന് അമ്മാനെ ആടുവാണ്. അച്ഛനും നമ്മൾ ഈ ബസ്സിനകത്ത് പോകുന്ന പോലെയാണ് ഫ്ലൈറ്റ്. അതാണ് ഗൈസ്, ഇപ്പോഴാണ് പൊങ്ങിയത് കേട്ടോ. നേരത്തെ ഇങ്ങനെ വട്ടം കറക്കുമായിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയാമോ. ഇതിപ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ നേരെ കാണുവാണെങ്കിൽ നല്ലൊരു നമുക്ക് ഫീൽ തന്നെ കിട്ടും. നല്ലൊരു ബ്ലൂവും മഞ്ഞയും. ഇപ്പോൾ കണ്ടല്ലോ, എന്ത് ഭംഗിയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക ഫ്ലൈറ്റ് വ്ളോഗല്ല, ചെറിയൊരു ഇത്. മോനെ ഇതോടെ നമ്മൾ നാട്ടിൽ എത്തി കേട്ടോ. അറൈവ്ഡ് ഇൻ കേരള. യോ നമ്മൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിരുന്നു എണീറ്റത്. അതിന് മുമ്പ് നമ്മൾ കേരളയുടെ മുകളിൽ കൂടി ഇങ്ങനെ ഫ്ലൈറ്റ് പോകുമായിരുന്നു. എനിക്കൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് തന്നെ ആയിരുന്നു കേട്ടോ, ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോൾ. ഇത് നമ്മൾ നടക്കുവാണ് കേട്ടോ വെളിയിലോട്ട്. ഇത് കോഴിക്കോട് എയർപോർട്ടാണ്. നമ്മൾ കോഴിക്കോട് എയർപോർട്ടാണ് ഗായ്സ്. ഞാനൊക്കെ ടെൻഷൻ അടിച്ച് എക്സൈറ്റ്മെൻ്റായി നടന്ന് പോവാം കേട്ടോ. അമ്മയ്ക്കും അതുപോലെ സെയിം